എന്നാൽ നമ്മൾ പറയാൻ പോകുന്ന കഥയിലെ വില്ലൻ ഒരു പൂവൻ കോഴിയാണ്. പൂവൻ കോഴി കൂവുന്നത് കൊണ്ട് ഉറക്കം പോകുന്ന രോഗിയായ പ്രായമുള്ളയാളാണ്. പൂവൻ കോഴിയുടെ പൊറുതി ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് മാറ്റാൻ ഉത്തരവായിരിക്കുകയുമാണ്. എന്താണ് കാര്യമെന്ന് സികെ അഭിലാൽ പറയും. പക്ഷികളും മനുഷ്യന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ചുരുക്കത്തിൽ ഈ ഉത്തരവിന് ഇടയാക്കിയിട്ടുള്ളത് പത്തനംതിട്ട അടൂർ പള്ളിക്കൽ നിന്നുള്ള ഒരു പരാതിയാണ്. രാധാകൃഷ്ണക്കുറുപ്പ്, അതാണ് പരാതിക്കാരൻ. വിമുക്ത ഭടനാണ്, ഏറെക്കുറെ 80-നടുത്ത് പ്രായമുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. വീടിന്റെ 2ാം നിലയിലാണ് അദ്ദേഹത്തിന്റെ കിടപ്പുമുറി. തൊട്ടടുത്ത വീട്ടിലെ താമസക്കാരൻ അനിൽകുമാർ, അദ്ദേഹത്തിന്റെ വീട്ടിലെ കോഴിക്കോടിന്റെ സ്ഥാനം ടെറസിന് മുകളിലാണ്. ചുരുക്കത്തിൽ രാധാകൃഷ്ണക്കുറുപ്പിന്റെ കിടക്കയുടെ സ്ഥാനവും അയൽവക്കത്തെ വീട്ടിലെ കോഴിക്കോടിന്റെ സ്ഥാനവും ഏറെക്കുറെ ഒരേ നിരപ്പായി വരും. പൂവൻകോഴിയാണെന്നതോട് തന്നെ അതിരാവിലെ അത് ഉണരും. അതോടൊപ്പം തന്നെ 2:30-2:45 സമയത്ത് കൂകി വിളിച്ചു തുടങ്ങും. അങ്ങനെ പൂവൻകോഴിയുടെ ഈ കൂക്കു വിളി കൊണ്ട് ഈ രാധാകൃഷ്ണക്കുറുപ്പിന്റെ സ്ഥിരമായി അദ്ദേഹത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇതൊരു നിരന്തര സംഭവമായി മാറിയിരിക്കുകയാണ്. ഏറെക്കുറെ 1.5 വയസ്സ് പ്രായമുള്ള സാമാന്യ ആരോഗ്യമുള്ളതാണ് പൂവൻകോഴി. അങ്ങനെ അദ്ദേഹം ആദ്യം ഈ പരാതിയുമായി അനിൽകുമാറിന്റെ കുടുംബാംഗങ്ങളെ സമീപിച്ചു. അവർ വഴങ്ങാൻ തയ്യാറായില്ല. അങ്ങനെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. വില്ലേജ് ഓഫീസർ സമീപിച്ചു. അവരുടെ ഇടപെടൽ ഒന്നും ഫലം കാണാതെ വന്നതോടുകൂടിയാണ് അടൂർ RDOയ്ക്ക് പരാതി നൽകുന്നത്. അദ്ദേഹം 2 വിഭാഗത്തിലെ ആളുകളെയും കേട്ടു. അങ്ങനെ സ്ഥല പരിശോധന നടത്തി. രാധാകൃഷ്ണൻ RDO സ്ഥലം പരിശോധന നടത്തി. അങ്ങനെ പരാതിയിൽ ഉന്നയിക്കുന്നത് പോലെ തന്നെ കുഴപ്പക്കാരനാണ് ഈ പൂവൻകോഴി എന്ന് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. അതായത് വീടിന്റെ ടെറസിൽ നിന്നും കോഴിക്കോടിന്റെ സ്ഥാനം മുറ്റത്ത് നലകല്ലിനോട് ചേർന്ന് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നുള്ളതാണ്. ഇത് 14 ദിവസമാണ് സമയം നൽകിയിരിക്കുന്നത്. അങ്ങനെ കോഴിക്കോട് മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരമാകുമെന്നുള്ളതാണ് RDO കണക്കാക്കുന്നത്. രാധാകൃഷ്ണക്കുറുപ്പ് പറയുന്നത് ഈ വിഷയം ഇതുകൊണ്ട് പരിഹരിക്കുമോ എന്നുള്ളത് നോക്കിക്കാണുകയാണ്. അതുകൊണ്ടും പ്രശ്നത്തിന് പരിഹാരമാകുന്നതിന് തനിക്ക് ഉറക്കം കിട്ടാതെ വരികയാണെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോകുമെന്നാണ്. കേൾക്കുമ്പോൾ തമാശയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതിൽ ഒരുപാട് ആംഗിളുകളുണ്ട്. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഉറക്കത്തെ തൊട്ടടുത്ത അയൽവാസിയുടെ പൂവൻകോഴി അത് വളരെ സാരമായി ബാധിക്കുന്നുവെന്നും തനിക്ക് ഉറക്കം കിട്ടാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം കേസിന് പോവുകയും ആ കേസ് അദ്ദേഹത്തിന് അനുകൂലമായി ആ പൂവൻകോഴിയെ തലസ്ഥാനത്ത് മാറ്റണമെന്നുമുള്ള വാർത്തയാണ് ഇവിടെ വന്നിട്ടുള്ളത്. മാത്രമല്ല, അത് രാത്രി 2 മണിക്ക് ശേഷമുള്ള സമയത്ത് ആ ഉറക്കത്തിൽ ശരിക്ക് മുഴുകുന്ന സമയത്താകുമ്പോൾ അത് വലിയൊരു പ്രയാസം തന്നെയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ പ്രയാസം നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു. പക്ഷേ ഈ വിഷയം അതൊരു കേസിലേക്ക് പോകേണ്ടതുണ്ടോ എന്നത് ആ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം നോക്കിക്കാണുമ്പോൾ അയൽപക്കമാണല്ലോ അത്. അദ്ദേഹം പറഞ്ഞ പ്രകാരം അദ്ദേഹം കിടക്കുന്ന കിടപ്പുമുറിയും തൊട്ട് അയൽവാസിയായ ആളുടെ വീട്ടിലെ കോഴിക്കൂടും 2ാം നിലയിലാണ്, വീടിൻ്റെ മുകളിലെ നിലയിലാണ്. അത് ഒരേ സ്ഥലത്തായതുകൊണ്ട് തന്നെ കോഴിയുടെ കൂവൽ നന്നായി അദ്ദേഹത്തിൻ്റെ ഉറക്കത്തെ ബാധിക്കുന്ന പറഞ്ഞത്. ബെഡ്റൂം ആ കോഴിക്കൂടിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് എന്നുള്ളത് മുതൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഒരുപക്ഷെ ഈ ഒരു വിഷയം ഒരു കേസിലേക്കൊക്കെ പോകാൻ മാത്രം ഉണ്ടോ? ഒരു പൂവൻകോഴിയെ പ്രതിയാക്കിക്കൊണ്ട് പിന്നെ ഒരു കേസിലേക്ക് എത്താൻ മാത്രം ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും എന്നാലും പൊതുവെ നമുക്ക് പറയാം അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലേ? അയൽപക്ക ബന്ധം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം. അയൽവാസിക്കും ഇനി അനന്തരാവകാശത്തെ കൊടുക്കേണ്ടി വരുമോ എന്ന് വരെ ചിന്തിച്ചു പോയി എന്നാണ്. ആ രൂപത്തിൽ അയൽപക്ക ബന്ധവുമായി ബന്ധപ്പെട്ട് ജിബ്രീൽ അലൈഹി വസല്ലം വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നൊരു സംഭവം ഹദീസിൽ കാണാൻ പറ്റും. അതെ, അതായത് ഇപ്പോഴും അയൽവാസികളുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയൊക്കെ ചെറിയ ചില വിള്ളലുകൾ പലരും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പല വിഷയങ്ങളും ഇപ്പോൾ നമുക്ക് കാണാം. അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണമായിട്ട് ചിലപ്പോൾ ഒടിഞ്ഞു തൂങ്ങിയ ഒരു ചില്ലയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് വരുന്ന ഒരു മലിനജലമായിരിക്കും, ചിലപ്പോൾ കുറച്ച് സ്മെല്ലായിരിക്കും, മോശപ്പെട്ട എന്തെങ്കിലും സ്മെല്ല് വരുന്ന കാര്യമായിരിക്കും. ഇങ്ങനെ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പോലും എത്രത്തോളം തലമുറകളോളം നീണ്ടു നിൽക്കുന്ന വലിയ അടിയും ഇടിയൊക്കെ ആയിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. കേസുകളായിട്ട് ചിലപ്പോൾ ഒരു മരത്തിൻ്റെ പേരിൽ, ചിലപ്പോൾ ഒരു വഴിയുടെ പേരിലൊക്കെയുള്ള തർക്കമൊക്കെ പിന്നീട് കാലങ്ങളായിട്ട് കേസ് നടക്കുന്ന, ലക്ഷങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കുന്ന, അതായത് തൊട്ടടുത്തുള്ള ആൾക്കാരാണെന്ന് ആലോചിക്കണം, എന്നാലും ഒരു അഭിമാന പ്രശ്നമായിട്ടൊക്കെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്ന അവസ്ഥ, അവിടുത്തെ കുട്ടികൾ കുട്ടികൾ പോകും, പക്ഷേ കുട്ടികളെ പറഞ്ഞയക്കാതിരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്ന. അതായത് ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ ഓപ്പണായി മാന്യമായി നേരെ പോയി ചിലപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ അയൽവാസിയോട് തുറന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചാൽ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ, നിങ്ങളത് മാറ്റി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് മാറാവുന്നത് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിന് മുമ്പും ചിലപ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായേക്കാം. അതിൻ്റെ ഒരു ആകെത്തുക അടുത്ത് വന്നു, അത് കഴിഞ്ഞ് അടുത്ത് വന്നു, ഇങ്ങനെ പലപ്പോഴും തുറന്ന സംസാരങ്ങൾ ഇല്ലാത്തത് ഇത്തരം പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊന്ന് വെച്ചാൽ ചെറിയ ചില വിള്ളൽ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് പിന്നെ വേറെ എന്ത് വന്നാലും അത് പ്രശ്നമായിട്ട് മാത്രം കാണുന്ന, ഒരു എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് മാത്രം പോകുന്ന ഒരവസ്ഥയും അയൽപക്കൽ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പുതിയ തലമുറ അവരും വളർന്നു വരുന്നതും കാണുന്നതും ഇത്തരം ചില വാർത്തകളാണ്. ഇപ്പോൾ നമ്മൾ എന്ന ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് നമ്മുടെ അയൽപക്കവുമായിട്ട് ബന്ധം മോശമാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികളും അങ്ങനെയാണ് ഭാവിയിൽ അത് ഏറ്റെടുത്ത് പോവുള്ളൂ. അപ്പോൾ ഇതൊരു തലമുറകളോളം മാറ്റി മാറ്റി കൊടുക്കുന്ന ഒരു സ്വഭാവത്തിലൊരു വൈകല്യമാണ്. അപ്പോൾ വളരെ ഓപ്പണായ ചില തുറന്ന സംസാരങ്ങൾ, നല്ല കമ്മ്യൂണിക്കേഷനാണ് ഇത്തരം വിഷയങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട പരിഹാരം. തീർച്ചയായും ഇന്ന് സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സമയത്ത് ശരിക്കും അയൽവാസിയെ മറന്നു പോകുന്നു എന്നുള്ള ഒരു ബന്ധത്തിൽ പ്രശ്നമില്ല എങ്കിലും അയൽവാസിയോട് വേണ്ട പോലെ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത ഈ സമയത്ത് എന്നുള്ള വിഷയം പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പാണ് നമ്മൾ കേരളത്തിൽ തന്നെ ഒരു വാർത്ത കേട്ടത്. അതൊരു പ്രായമായ ഒരു അമ്മയും അച്ഛനും ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. മക്കളൊന്നും കൂടെ ഇല്ല, വിദേശത്തൊക്കെയാണ്. അപ്പോൾ ഇവർ വൃദ്ധരായതുകൊണ്ട് തന്നെ വളരെ പ്രായം ചെന്നു. ഈ അച്ഛനാണ് ഈ അമ്മയുടെ കാര്യമൊക്കെ നോക്കാറുള്ളത്. അമ്മയ്ക്ക് കാഴ്ചയ്ക്ക് കുറച്ച് പരിമിതി ഉണ്ട്, പിന്നെ സ്വന്തം കാര്യം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ അച്ഛൻ കുറേ കാര്യമൊക്കെ ചെയ്തിങ്ങനെ തട്ടിക്കൂട്ടി അങ്ങനെ പോകുമായിരുന്നു അവർ. ഈ അച്ഛൻ ഒരു ദിവസം മരണപ്പെടുകയാണ്. പിന്നെ ഈ അമ്മയെ നോക്കാൻ ആരുമില്ല. ഈ അച്ഛൻ മരണപ്പെട്ട വിവരവും പലരും അറിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് അറിഞ്ഞത്. ഈ അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു സ്പേസും ഇല്ല, കാരണം അത്രയും പ്രായം ചെന്ന് അവശരായി നിൽക്കുകയാണ്. അപ്പോൾ 2 മരണം ശേഷം ഈ അമ്മയും മരണപ്പെട്ടു. അവിടെ ഈ അച്ഛനും അമ്മയും മരണപ്പെട്ട വിവരം തൊട്ട് അയൽവാസികൾ അറിഞ്ഞിട്ടില്ല എന്ന വാർത്ത നമ്മുടെ നാട്ടിൽ നിന്നാണ് വന്നത്. അപ്പം അത്രത്തോളം ബന്ധങ്ങൾ കുറയുന്നത് കൊണ്ടുള്ള വിഷയം. ഞാൻ വേറെ സാധനം എടുത്ത് കേട്ടത്, ഒരു പ്രായമായൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. ഒരു അച്ഛനാണ്, അദ്ദേഹം മാത്രമേ വീട്ടിലുള്ളൂ, മക്കളെല്ലാം വിദേശത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് അയൽപക്കവുമായിട്ടൊന്നൊരു ബന്ധവുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്നും രാവിലെ പത്രമിടുന്ന കുട്ടി, അതുപോലെ തന്നെ പാല് തരാൻ വരുന്ന കുട്ടി, ഈ 2 പേരുമായിട്ട് മാത്രമാണ് ഈ അച്ഛന് ബന്ധമുള്ളൂ. അപ്പോൾ ഈ അച്ഛൻ എന്നും പറയത്രേ, ഇന്ന് പത്രം ഇടാൻ വരുമ്പോൾ നീ ബെല്ലടിക്കുമല്ലോ, അല്ലെങ്കിൽ പാല് തരാൻ വരുമ്പോൾ ബെല്ലടിക്കുമല്ലോ, ആ ബെല്ലടിക്കുമ്പോൾ ഞാൻ എങ്ങാനും പുറത്തേക്ക് വന്നില്ലെങ്കിൽ നീ എന്നെ അകത്തേക്ക് കയറി നോക്കണം. ഞാൻ എങ്ങാനും ജീവനോടെ ഇല്ലെങ്കിലോ, എൻ്റെ മരണശേഷമുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ആ കുട്ടിയോട് പറഞ്ഞൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കും, നല്ലൊരു അയൽപ്പക്കം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നോക്കാനും സംരക്ഷിക്കാനും അല്ലെങ്കിൽ നല്ലൊരു സൗമ്യമായ വാക്കുകൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അയൽവാസി അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അവർ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും അറിയുന്നുള്ളതാണ്. അത്രത്തോളം കുടുസായി പോകുന്നൊരു സാഹചര്യമാണ് അയൽപ്പക്കം തമ്മിലുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു അയൽപ്പക്കം നമുക്കറിയാം. ഒരുപക്ഷെ ഇന്ന് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കറി ആയിരിക്കും അയൽപക്കത്തിൽ എല്ലാ വീട്ടിലും ഉണ്ടാവുക. അതെ, അയൽപക്കത്തൊരു നല്ല കറി വെച്ചാൽ നമ്മുടെ വീട്ടിലേക്കും അത് എത്തും. അത് സ്വാഭാവികമായിട്ടും എത്തുന്ന കറിയും കൂട്ടാനും പഞ്ചസാരയും കറിവേപ്പില പോലും ഓരോ നേരവും പോയി പറിക്കുന്ന അതൊരു പ്രശ്നമേ അല്ല. മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത സംഗതി എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കയ്യിൽ ഉപ്പ് അങ്ങോട്ട് കൊടുത്താൽ അതേ രൂപത്തിൽ ആ കയ്യിലിന്റെ അളവ് ഇങ്ങോട്ടും. അതൊക്കെ ഒരു ബന്ധം, ഉപ്പിന്റെ അളവല്ല, പക്ഷെ ആ ഒരു ആത്മബന്ധം സ്ഥാപിക്കുന്ന ഒരു വലിയ ഒരു സംഗതി വരുന്നുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഫ്ലാറ്റ് ലൈഫൊക്കെ ആയതുകൊണ്ട് തന്നെ അത് പൊതുവെ ആ ബന്ധം കുറഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വാർത്ത കൂടി വരുമ്പോൾ, അതായത് അടുത്തടുത്ത വീടായിരിക്കുമല്ലോ, ഒരു കോഴി കൂവുന്ന ശബ്ദം കേൾക്കണമെങ്കിൽ കോഴിയെ പ്രതിയാക്കാൻ മാത്രമൊക്കെ ഈ ചർച്ച പോകുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ചില ബന്ധങ്ങളിലെ വിഷയങ്ങൾ കൂടി നമ്മൾ വളരെ ബോധപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ ഇസ്ലാമികമായ ഒരു വിഷയം താങ്കൾ പറഞ്ഞു. ഇപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിരന്തരം അയൽവാസികളുമായിട്ടുള്ള ബന്ധത്തെ പറ്റി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ചിലപ്പോൾ എനിക്കിനി എൻ്റെ അനന്തരാവകാശ സ്വത്ത് വരെ അവർക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഹദീസുകൾ കാണാൻ കഴിയും. നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. അയൽവാസിയായ വ്യക്തി നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നാവിൽ നിന്നൊക്കെ അദ്ദേഹം സംരക്ഷണം നേടുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഈമാൻ പൂർത്തിയാവില്ല എന്നൊക്കെ കാണാൻ കഴിയും. അതുപോലെ അയൽവാസിയായ ഒരു വ്യക്തിയാൽ ഉപദ്രവിക്കപ്പെട്ട തൻ്റെ നാവ് കൊണ്ട് ഒരു അയൽവാസിയെ ഉപദ്രവിച്ചൊരു സ്ത്രീയെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ സ്ത്രീ നരകത്തിലാണ്. നരകത്തിലേക്ക് പോകാൻ മാത്രം വലിയ വിഷയമാണ് അയൽവാസിയുമായിട്ടുള്ള ബന്ധത്തിലെ ഇത്തരം വിള്ളലുകൾ. അതുകൊണ്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ബന്ധങ്ങളെ ആ രൂപത്തിൽ വളരെ മാന്യമാക്കാനും വളരെ ഓപ്പൺ ആക്കാനും യാതൊരു ഇപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സ്വകാര്യത നമുക്ക് മാനിക്കാം. ഇപ്പോൾ അയൽവാസികളാകുമ്പോൾ നമുക്ക് നമ്മുടെ സ്വകാര്യത ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും വളർന്നു വരുന്ന പെൺകുട്ടികളും അല്ലെ അവരുടെ ഒരു വസ്ത്രധാരണമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. എല്ലാവർക്കും എല്ലാ സമയത്തും കയറി വരാൻ പറ്റില്ലല്ലോ നമ്മുടെ വീട്ടിൽ. അത് മാനിച്ചുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ബന്ധങ്ങളെ ഏറ്റവും പ്രോപ്പറായി വളരെ സ്നേഹത്തോടെ സൗമ്യമായി മാന്യമായി എങ്ങനെയൊക്കെയാണോ നമുക്ക് ഇടപഴകാൻ കഴിയുക, ഈ പറഞ്ഞതുപോലെ അവരുമായിട്ട് ഏറ്റവും മാന്യമായ ബന്ധമുണ്ടാക്കാൻ നമ്മളും അവർ തമ്മിലുള്ള ബന്ധങ്ങളിൽ യാതൊരു വീഴ്ചയും കോട്ടലും സംഭവിക്കാത്ത രൂപത്തിൽ പോകാനുള്ള
ശ്രദ്ധ നമുക്കുണ്ടാവണം എന്നതുകൂടിയാണ് ഇന്നത്തെ ചിന്തയിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സന്ദേശം. അയൽവാസിക്ക് കൊടുക്കേണ്ടത് കൊണ്ടും കൊടുത്തും അവരെ കാണേണ്ട രൂപത്തിൽ കണ്ടും തിരിച്ചറിഞ്ഞും മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട അതെ സമയം. അതെ അതെ തീർച്ചയായിട്ടും. എന്തായാലും നമ്മൾ ഈ ഒരു ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായും പറഞ്ഞത് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലുള്ള എല്ലാവരുമായിട്ടും അയൽവാസിയാവട്ടെ ബാക്കി സമൂഹത്തിലെ ഓരോ തുറകളിലും ആ രൂപത്തിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഇന്നത്തെ ചിന്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.